എന്താണ് ഇഖ്ലാസ്? ഒരാൾ പുകഴ്ത്തിയാലും പൊങ്ങാതിരിക്കുകയും ഒരാൾ ഇകഴ്ത്തിയാൽ തളരാതിരിക്കുകയും ചെയ്യുന്നത് ഇഖ്ലാസിന്റെ അടയാളമാണത്രേ. അത് ഇഖ്ലാസിന്റെ അടയാളമാണ്. ദീനിന്റെ ദഅവത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ റിളയല്ലാതെ മറ്റൊന്നും ലക്ഷ്യമാക്കാതെ ഇറങ്ങുന്നിടത്താണ് ഇഖ്ലാസ് ഉണ്ടാകുന്നത്. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. അതിന് ഏറ്റവും വലിയ മാതൃകയാണ് ഇമാമുൽ അംബിയ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. ഹബീബായ നബി തങ്ങളുടെ വല്ലിപ്പയായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹു മാതൃകയാക്കി വെച്ചിട്ടുള്ള പ്രവാചകരിൽ ശ്രേഷ്ഠനായ ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു സമൂഹം ചെയ്യുന്ന ദഅവത്ത്, ഒരു സമൂഹം ചെയ്യുന്ന സേവനം സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം ഒറ്റയ്ക്ക് ചെയ്തു എന്നാണ് ഈ വാക്കിനർത്ഥം. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. ഇന്ന് ഇതുപോലെയുള്ള മാതൃകകളാണ് നമുക്കില്ലാതെയാകുന്നത്. ദീനിന്റെ മാതൃകകൾ, ഉദാത്തമായ മാതൃകകൾ കണ്ടുപഠിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ട്. എന്നാലും നമ്മുടെ മുൻകാലങ്ങളെപ്പോലെ ഇല്ലല്ലോ, വളരെ കുറവാണ്. നമുക്ക് കണ്ടുപഠിക്കാൻ കഴിയുന്ന ഖുദവത്തുകൾ ഉണ്ടാവട്ടെ. സമൂഹത്തിന് എപ്പോഴാണ് മോചനമുണ്ടാകുന്നത്, അപ്പോഴാണ് സമൂഹത്തിന് നന്മയെ നന്മയായി കാണാൻ കഴിയുന്നത്. മഹാനായ എത്തിപ്പറ്റ ഉസ്താദിനെ ഞാനിവിടെ ഓർക്കുകയാണ്. ആ മഹാന്റെ ഖബറിടം അല്ലാഹു സ്വർഗപ്പൂങ്കാവനമാക്കി അവർക്ക് അല്ലാഹു സ്വർഗീയ ലോകത്തെ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അധികമൊന്നും സംസാരിക്കാറില്ലായിരുന്നല്ലോ. മഹാനവറുകളുടെ മൗനം, മഹാനവറുടെ ദുആ, മഹാന്റെ സാന്നിധ്യം, അതൊരു ദഅവത്തായിരുന്നു, അതൊരു പ്രബോധനമായിരുന്നു. എത്രയായിരക്കണക്കിന് ആളുകളെയാണ് ദീനിന്റെ വഴിയിലേക്ക് മഹാന് ക്ഷണിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത്. അവിടെ മുസ്ലിം പൊതുസമൂഹത്തിലെ നാനാതരത്തിലുള്ള സംഘടനക്കാർ ഉസ്താദിന്റെ സദസ്സിൽ വന്നിരിക്കാറുണ്ടെന്നതാണ് അത്ഭുതം. സുന്നികളല്ലാത്തവരും ഉസ്താദിന്റെ സദസ്സിൽ വന്നിരിക്കും. അവരെയൊന്നും ഉൾക്കൊള്ളാൻ മഹാനവറുകൾക്കൊരു വിഷമവും ഉണ്ടായിട്ടില്ല. ഒരാളെയും ഒരു വ്യക്തിയെയും ഒരാദർശത്തെയും കുറ്റം പറയുന്നത് ഉസ്താദിന് ഇഷ്ടവുമല്ല, അത് ചെയ്യാറുമില്ല. പക്ഷെ ആ വിശാലമായ മനസ്സ്, എല്ലാവർക്കും ഹബീബിന്റെ ദഅവത്ത് എത്തണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഹബീബിന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കണം, ഹബീബിന്റെ സുന്നത്ത് ജീവിച്ചിരിക്കണം. ഇഹ്യാഉസ് സുന്നഹ്, മുത്തുനബിയുടെ സുന്നത്തിനെ ജീവിപ്പിക്കാൻ വേണ്ടി നടത്തിയിരുന്ന മഹാന്റെ ജീവിതത്തിന്റെ ദർശനം. അല്ലാഹുവേ, ആ വഴികളിലൂടെ യാത്ര ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ.